വെൽക്കം. ഐ ആം സോ സ്കാഡ്. പഠിച്ചാ ന്യൂക്ലിയം കൂടി പഠിക്കാണ്ട്, അത് പഠിച്ചിട്ടില്ല, അത് പഠിക്കണം. ന്യൂക്ലിയേ അതറിയണ പാടായതുകൊണ്ട് അവിടെ വെച്ച് 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 ഇപ്പം അവസാനം വരെ ഇനിയിപ്പോൾ അത് പഠിക്കണം. അതെനിക്ക് വേറെ നോട്ട് കണ്ട് പഠിക്കാൻ അറിയില്ല. അതുകൊണ്ട് സ്കൂളിലത്തെ നോട്ട് തന്നെ വെച്ചത് പഠിക്കണം. ഹീ മൈ മോട്ടിവേറ്റർ. ഓ നീ കാസിനോൻ്റെ ഓണറാവട്ടെ. ആയിക്കോട്ടെ. പഠിച്ചു ഞാൻ എൻ്റെ കാസിനോ ഓണറിൻ്റെ. ചേച്ചി, ആർ യു ലുക്കിംഗ് ഫോർ എനി ടിപ്സോ? എത്ര ടൈം പഠിക്കുന്നു? ഇന്ന് ഇനി ഒരു മാക്സിമം 2 o'clock. അത് കഴിഞ്ഞ് ഒരു 5 മണിക്ക് 5:30 5:45 എണീക്കുക. ബാക്കി പഠിക്കാം, പിന്നെയും പഠിക്കാം. പിന്നെ വട്ടാവും, ഏകദേശം തീരുമാനമാവും. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടിപ്സോ? അയ്യോ, അതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. ഞാൻ തന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ആണ് ഇംഗ്ലീഷൊക്കെ എഴുതണേ. ഇംഗ്ലീഷിൽ എനിക്ക് വലിയ ടിപ്സൊന്നുമില്ല. ഞാൻ പഠിക്കുന്നു, എഴുതുന്നു. കുറേ ഗൈഡുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. മെയിൻലി ഞങ്ങളുടെ സ്കൂളിൽ ഗൈഡിൽ നോക്കി എഴുതിയാൽ മാർക്ക് തരില്ല. ലാസ്റ്റത്തെ എക്സാമിന് മാത്രമേ ഞങ്ങൾ ഗൈഡ് നോക്കാറുള്ളൂ. ഞാൻ ഗൈഡ് അപ്പം മാത്രമേ നോക്കാറുള്ളൂ. പിന്നൊക്കെ ചില ചാപ്റ്റേഴ്സ് ഫുള്ള് ടെക്സ്റ്റ് പഠിക്കാൻ പറയും. അപ്പോൾ ടെക്സ്റ്റ് മാത്രം പഠിക്കാം. ഫുള്ള് ടെക്സ്റ്റ് പഠിച്ചു. ഡിസാസ്റ്റർ മറ്റേ +1 കുറേയൊക്കെ ടെക്സ്റ്റ്. +2 ഒരു 2-3 പാടൊക്കെ ഫുള്ള് ടെക്സ്റ്റ് മാത്രം പഠിച്ചാണ്. കമ്പ്യൂട്ടർ ഓൺ ദ ചെയർ. ചേച്ചി അനൻസി വേണ്ട. ബിഗ് ഫാൻ മുകളിലതേ ബിഗ് ഫാൻ. അനൻസിയുടെയൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പഠിക്കാനുള്ളത്? ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ട്രിപ്പിൾ റിവിഷനിലാണോ അനൻസിയ ജോസ്? കമ്പ്യൂട്ടർ പഠിച്ചു. കമ്പ്യൂട്ടർ PHPയുടെ ചാപ്റ്ററും കൂടി പഠിക്കാനുണ്ട്. ബാക്കിയൊക്കെ പഠിച്ചു. ന്യൂക്ലിയയിൽ ഇമ്പോർട്ടൻ്റ് മാസ് ഡിഫക്റ്റ് എന്താണെന്ന് പഠിക്കുക. പിന്നെ ബൈൻഡിങ് എനർജി. പിന്നെന്താ പിന്നെ എന്താ ചൊല്ലണേ? ഇതെന്താ എല്ലാവരും കൂടെ പഠിച്ച് പഠിക്കാൻ പോവാ. ഇതെന്തല്ല ആരാധകർക്ക് വാട്ട് ഈസ് സ്പെക്സ് പവർ? സ്പെക്സിൻ്റെ പവർ 0.75 1. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് റിലാക്സ് മൈൻഡാണോ? അതെ, എല്ലാം കഴിഞ്ഞു റിലാക്സ് മൈൻഡ്. ഇനി നാളെ ട്രിപ്പിൾ റിവിഷൻ ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഇന്ന് റിലാക്സ് ചെയ്യണതാ. സജി കുമാർ, ഹായ്. സ്പെക്സ് നൗ പവർ ചേഞ്ച്. ഇനിയിപ്പോൾ വേണ്ട.
നാളെ സൂപ്പർ 60 കാണുന്നുണ്ട്. പക്ഷെ ഞാൻ സൂപ്പർ 60 അവരുടെ സമയത്താവില്ല കണ്ടവ, വേറെ ഏതെങ്കിലും സമയത്തും കാണാം. ടിപ്സ് പറയാം. നിവാനൻസിയും ടിപ്സ് ഇല്ലാത്ത ആൾക്കാരാണ്. പോയിരുന്ന് പഠിക്കുക. ചെല്ല് നിവ് മതിട്ടാ. പറഞ്ഞ ഫിസിക്സ് വെയിറ്റേജ് കറക്റ്റാണ്. ഏകദേശം അത് തന്നെയാണ്. 1-2 മാർക്ക് മാത്രം സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉള്ളു. ബാക്കിയൊക്കെ സെയിം തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിൽ സെക്കൻഡ് ചാപ്റ്ററിന് ഇത്തിരി വെയിറ്റേജ് കൂടുതലാണ്. ഞാൻ 8 പറഞ്ഞിട്ടുണ്ട് തന്നെ. 11 എന്നുണ്ട്. സ്കിൻ കെയർ ഞാൻ കുളിക്കും, സോപ്പിട്ട് കുളിക്കും. ഞാൻ കുളിക്കാറില്ല. ആ കുട്ടി കുളിക്കാറില്ല. ഞാൻ കുളിക്കണ കുട്ടിയാണ്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോരുത്തർ ഗ്യാസിനോ ഉണർന്ന് പറഞ്ഞു പോണേ? പഠിച്ചു കഴിഞ്ഞാണ്ട് ലാസ്റ്റ് 3 ചാപ്റ്റർ വിടുക കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. ലാസ്റ്റ് 3 ചാപ്റ്റർ ഞാൻ പറയാൻ വെച്ചാലേ, മറ്റേ സെമി കണ്ടക്ടറിൽ നീ ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും നോക്കിക്കോ. അഭിനവ് ആ 2 നോക്കിക്കോ. ഈ ടേക്ക് എ ഷവർ വിത്തൗട്ട് യൂസിങ്. ഞാൻ സോപ്പിട്ട് കുളിക്കും. അപ്പോൾ അതിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ 3 മാർക്ക് ആ ചോദ്യം വരാൻ തോന്നുന്നു. അതാണ് പ്രീവിയസ് ഇയർ കണ്ടാക്കണം. അപ്പോൾ അതായിരിക്കും വരും. ഹാഫ് വേവ് ചോദിച്ച കാരണം ഫുൾ വേവ് മെയിൻ എക്സാമിന് ചോദിക്കായിരിക്കും. ഓക്കെ. മോഡൽ എങ്ങനെയുണ്ടായിരുന്നു? മോഡൽ കുഴപ്പമില്ല. ഫുൾ മാർക്ക് വാങ്ങാനുള്ള പേപ്പർ ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ തെറ്റുമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പറ്റില്ല. ബാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല. ന്യൂ സബ്സ്ക്രൈബർ ഫ്രം കാണാനില്ല. ഒരു മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യട്ടെ. പഠിക്കാനുള്ള സെറ്റപ്പ് ആക്കട്ടെ. നീ ടൈം കഴിഞ്ഞു. നമുക്ക് പഠിക്കണ്ടേ? പഠിക്കാനുള്ള സെറ്റപ്പ് ആക്കട്ടെ. നിവിൻ്റെ അനൻസിയുടെയൊക്കെ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിരിക്കുക. കറണ്ട് പോയിട്ടൊന്നുമില്ല. കറണ്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഓഫാക്കിയതാ. പ്രസം ഇമ്പോർട്ടൻ്റ്. പിന്നെ പ്രസം പഠിച്ചോട്ടാ. പ്രസം അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് വരും. പ്രസം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മോഡേൺ ക്ലാസ് ഫസ്റ്റ്. മോഡലിന് ക്ലാസ്സസ് അതെ, ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ചെയ്യുന്നു. ഹേ ഫിസിക്സ്, ഐ ആം റേ ഓപ്റ്റിക്സ് മാത്ത് സ്റ്റുഡൻറ്റ്. ഡോണ്ട് ഗോ ഓ സ്റ്റഡി ഹിയർ, കമോൺ. നിവ്വതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ just looking at him is a positivity. Sure. I didn't see a no. ഫോട്ടോ എടുക്കാട്ടെ. നമുക്ക് മറ്റേ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഫോട്ടോ എടുക്കാം. ഏഞ്ചൽ വെർ ഈസ് യുവർ വിങ്സ്. ഞങ്ങൾ ഫാൻസ് ഉണ്ട്. എനിക്ക് സ്കൂളിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു എൻ്റെ മോളെ. ഞാൻ ഇന്ന് രാവിലെ ലൈവ് ഇട്ട സമയത്ത് കോമേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ ഏതോ കുട്ടി ഉണ്ടായിരുന്നു. പറഞ്ഞ ആള് പറയാ ജസബസിൻ്റെ ക്ലാസ്സിലെ കുട്ടിയാ അത്ര. ദിസ് ഈസ് അവർ ദേവദേവ ഈശോ പഠിച്ച on my way ഈശോ. ഓക്കെ, ബൈ ദ വേ ലെറ്റ്സ് സ്റ്റഡി.
നമ്മൾ ന്യൂക്ലിയർ ചാപ്റ്ററാണ് പഠിക്കാൻ പോണേ. ന്യൂക്ലിയർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ജാഡ? അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, എന്താ അത്? എൻ്റെ അടുത്ത് അതൊക്കെ ചോദിക്കണേ. എനിക്കെന്നാ അതിൻ്റെ ഒന്നും അറിഞ്ഞൂടാ. ദിസ് ഈസ് അവർ പഠിച്ചാൽ കർത്താവേ. ഫാൻസ് ഇൻക്രീസ് ബിക്കോസ് യു ഈശോ. Okay, let's study, guys. This is our പഠിക്കാം നമുക്ക്. ഫാൻസ് ഇൻക്രീസ് ബിക്കോസ് ഷീ സ്റ്റഡി വെരി വെൽ, വെരി ഗുഡ് ഗേൾ. നിബ് പോയിരുന്ന് പഠിച്ചോ, മതി. നീ ഞാൻ ലൈവ് ഇട്ടെന്ന് പറഞ്ഞിട്ട് നിബിൻ്റെ പഠനം മുടങ്ങണ്ട, പഠിക്കുക ചെന്നിരുന്ന്. അതിഥി വ്ളോഗ്സ്, ഹായ് ഹായ് ഹലോ. ന്യൂക്ലിയർ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടാ, ഞാൻ അപ്പോൾ പഠിക്കും. നിവേദിത, not only that, she is so pretty too. നിവ പോയി പഠിച്ച സമയം കളയാണ്ട് ചെല്ലോ 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 ചെല്ലോ, പഠിക്കൂ. നിവ നമുക്ക് വ്ളോഗ് ചെയ്യാം പരീക്ഷ കഴിഞ്ഞിട്ട്, ഡോണ്ട് വറി, നമുക്ക് സെറ്റ് ചെയ്യാം. ദിസ് കമ്പ്യൂട്ടർ ലൈക്ക് ദാറ്റ്. കമ്പ്യൂട്ടർ പോലെയാണോ? ന്യൂക്ലിയർ ചാപ്റ്റർ ആണോ? ഇതിൽ ഫുള്ള് പഠിക്കാനുള്ളത്. അതിൽ ആകെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ, അധികമൊന്നുമില്ല. ഐസോടോപ്പ് എന്താണ്, ഐസോബാർ എന്താണ്, ഐസോടോൺസ് എന്താണ്, പിന്നെ സൈസ്, മാസ് നമ്പർ, മറ്റേ പ്രോട്ടോണ്, ന്യൂട്രോണ്, അതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വാട്ട് ഈസ് ദിസ് ഈസ് ലേണിംഗ്. ഫിസിക്സ് ആണ്, ഫിസിക്സ്. സ്ട്രീം ഇത് +2. ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. പറഞ്ഞു ഇനി ആരും നോക്കില്ല കേട്ടോ. ദിസ് ഈസ് അവർ മോഡൽ എക്സാം ഇയർ. ഐ വാണ്ട് സം സ്റ്റഡി ടിപ്സ് ഒന്നുമില്ല ഇനി പഠിക്കുക. വേറെ ഒരു സ്റ്റഡി ടിപ്പും എനിക്ക് തരാനില്ല. ഇനി പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ഫോൺ അഡിക്റ്റാണോ? ഫോൺ അഡിക്റ്റൊന്നുമല്ല, അത്രയ്ക്കില്ല. ആവശ്യം വന്നാൽ മാറ്റി വയ്ക്കും, ആവശ്യം ഉണ്ടെങ്കിൽ അടുത്ത് കയ്യിലും വയ്ക്കും. ബ്യൂട്ടി ടിപ്സ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, കുളിക്കും, നേരെ വേണം. പഠിക്കാട്ടാ. The size of the nucleus is very small compared to the size of an atom. Rutherford established the atomic nucleus is the central core of every atom, which the entire positive charge, 99.9% of mass atom. ഇതൊന്നും വേണ്ട. A nucleus is made of protons and nucleus ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണ്? പ്രോട്ടോൺസും protonsum neutrons. A nucleus is made of protons and neutrons. Protons and neutrons are collectively called nucleons. Protons and neutrons are collectively ഒരുമിച്ച് പറയേണ്ടതാണ് nucleons. Neutrons എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അല്ല, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് പറയുന്നതാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവണമെങ്കിൽ, ന്യൂക്ലിയസ് എന്തുകൊണ്ടാണ് മേഡ് ചെയ്താണ്? ന്യൂക്ലിയോൺസ് കൊണ്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയാണ്. ഈ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ആണ്. Mass of the nuclear constituents and hence mass of the atom is very small compared to kilogram. So mass of conveniently represented to AMU. AMU, they are called atomic mass unit, AMU or U. AMU is 1/12th of the mass of the carbon 12 atom in the ground state. 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12th mass of carbon 12 atom in the ground state. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഏത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ് എന്ത് 1 AMU എന്ന് പറയുന്നത്. 1 AMU is equal to 1/12th of the mass of the carbon 12 atom in its ground state. ഇനി അടുത്തത് ചാർജ്. പ്രോട്ടോണിൻ്റെ ആണെങ്കിൽ പോസിറ്റീവാണ്, ന്യൂട്രോണിൻ്റെ നെഗറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ന്യൂട്രോണിൻ്റെ ന്യൂട്രലാണ് 0. പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്. പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് 1.6 into 10⁻⁻19, ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് 1.6 into 10⁻⁻19. കിലോഗ്രാമിൽ 1.67. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആണ് എന്ത് സെയിം, കിലോഗ്രാമിൽ സെയിം വരുന്നത് അവരുടെ രണ്ടാളുടെ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും. ദെൻ ഇലക്ട്രോണിൻ്റെ 9.10 raised to minus 27, 10⁻⁻27, അപ്പോൾ 1.67 into 10 into 10⁻⁻27, 1.67 into 10⁻⁻27, 1.67 into 10⁻⁻27, 9.10 into 10⁻⁻31. Okay, mass of the proton is 1836 times of the electron. അത് വേണ്ട. ന്യൂക്ലിയസ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ആസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, XZ. ഇതിൽ എക്സ് A to Z എന്ന് ആലോചിച്ച് വയ്ക്കാം. മുകളിൽ A, താഴെ Z. A എന്ന് പറയുന്നതാണ് മാസ്. അതായത് ഞാൻ ആലോചിച്ച് വെച്ചേക്കുന്നത് മുകളിലുള്ളത് മാസ്, താഴെയുള്ളത് Z, പിന്നെ ഏതുള്ള മാസ് കഴിഞ്ഞാൽ പിന്നെ ആറ്റോമിക് നമ്പർ ആണുള്ളത്. ഓക്കെ, അപ്പോൾ Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്, മുകളിൽ A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്, മുകളിൽ മാസ് നമ്പർ. ഓക്കെ, ഈ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എന്ത്, മാസ് നമ്പർ. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും. ഇനി ഒന്നുകൂടി, എക്സ് ഇട്ടു, മുകളിൽ A, താഴെ Z. A എന്ന് പറയുന്നത് മാസ് നമ്പർ, താഴെ ഉള്ളത് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും. ദെൻ Z ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഈ Z മൈനസ് A ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ Z മൈനസ് A ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും, മാസ് നമ്പർ. മുകളിലുള്ളത് മാസ് നമ്പർ, അത് ആലോചിച്ച് വെച്ചാൽ മതി. മുകളിലുള്ളത് മാസ് നമ്പർ. A to Z വരെയല്ലേ നമ്മൾ ഫസ്റ്റ് A to Z വരെ എഴുതുന്നു. മുകളിലുള്ളത് മാസ് നമ്പർ, താഴെയുള്ളത് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ നമ്പർ, A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. അത്ര. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് Z പ്രോട്ടോൺസ് ആൻഡ് A മൈനസ്. ഇതാ നമുക്കിതിപ്പോൾ എങ്ങനെ എന്ന് കണ്ടാൽ വായിക്കാൻ പറ്റുമോ? A to Z ആണ്. ഇതിൽ ന്യൂക്ലിയസ് കണ്ടെയ്ൻ Z പ്രോട്ടോൺസ് ആൻഡ് A minus Z ന്യൂട്രോൺസ്. ഓക്കെ, ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. James Chadwick observed the emission of some neutral radiation when beryllium was bombardment with alpha particles. These neutral particles were called neutrons. A free neutron is free neutron എന്താണ്, unstable ആണ്. However, inside the nucleus it is stable particle isotopes. സ്റ്റേബിൾ പാർട്ടിക്കിൾ ഇതുവരെയുള്ളൂ, ഐസോട്ടോപ്പ് വേറെ പാർട്ടിക്കിൾ. അപ്പോൾ എന്താണ് ന്യൂട്രോൺസിൻ്റെ ഉള്ളിൽ എന്താണ്,
ഫ്രീ ന്യൂട്രോൺ അൺസ്റ്റേബിൾ ആണ്. ന്യൂക്ലിയസിൻ്റെ ഇൻസൈഡിൽ സ്റ്റേബിൾ പാർട്ടിക്കിളാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നിൽക്കണ ഒരു ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അത് സ്റ്റേബിളാണ്. ന്യൂക്ലിയസ് ഒറ്റയ്ക്ക് ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ അത് അൺസ്റ്റേബിൾ ആണ്. എന്നാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അത് സ്റ്റേബിളാണ്. ഓക്കെ, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഇറ്റ് ഈസ് സ്റ്റേബിൾ പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഐസോടോപ്പ് എന്താണ്? ടോപ്പ് ആലോചിക്കാം. ടോപ്പിലത്തെ നമ്പറുകളാണ് മാറുന്നത്. ഐസോടോപ്പ്. ഓക്കെ, ടോപ്പിലത്തെ നമ്പറുകളാണ് മാറുന്നത്. സോ ഐസോടോപ്പ് ഉണ്ട്, ഐസോബാർ ഉണ്ട്, പിന്നെ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഐസോബാർ, ഐസോടോൺസ്. ഓക്കെ, ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ മുകളിലത്തെ നമ്പർ മാറുന്നു. മുകളിലത്തെ നമ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? മാസ് നമ്പർ. അതായത് ആറ്റംസ് ഹൂസ് ന്യൂക്ലിയൈ ഹാവിങ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതായത് സെഡ് സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ ദ ഐസോടോപ്സ്. ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് are called isotopes. Isotopes of an element is H11, H2. Isotopes of hydrogen. അപ്പോൾ ഐസോടോപ്പിൽ എന്താണ്? സെയിം പ്രോട്ടോൺ ബട്ട് ഡിഫറെൻറ്റ് ന്യൂട്രോൺ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താ? മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും. എ മൈനസ് സെഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിലുള്ളവർ മാറും. ടോപ്പിൽ ഇവിടെ എന്താണ്? ന്യൂട്രോൺസിൻ്റെ എണ്ണം വേറെ. ഓക്കെ, ആറ്റംസ് ഹൂസ് ന്യൂക്ലിയർ ഹാവിങ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സിൻസ് ദ ഐസോടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ് ഹാവ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, they have same chemical properties. However, the physical properties are different because they got different masses. Isotopes of same element having same number of electrons, they have same chemical properties. However, the properties അത് വേണ്ട. ഇനി ഐസോബാർ എന്താണ്? ഐസോബാർ എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്ത് താഴെ വെച്ചു. ഇപ്പം താഴെയാണ് ഡിഫറെൻറ്റ്. ആറ്റം ഹൂസ് സെയിം മാസ് നമ്പർ ആണ്, ബട്ട് ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പർ സെയിം ആണ്, അതായത് ഐസോബാറിൽ താഴെയാണ് ചേഞ്ച് ആണ്. അപ്പോൾ മുകളിലുള്ള മാസ് നമ്പർ സെയിം ആണ്, താഴെയുള്ള ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. ഐസോബാർസ്, ദ ആറ്റംസ് ഹൂസ് ന്യൂക്ലിയർ ഹാവിങ് സെയിം മാസ് നമ്പർ, മുകളിലുള്ള മാസ് നമ്പർ സെയിം ആണ്, ബട്ട് ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ ഈസ് കോൾഡ് ഐസോബാർസ്. ഐസോടോൺസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഹാവിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ആറ്റംസ് ഹൂസ് ന്യൂക്ലിയർ ഹാവിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഐസോടോൺ എന്ന് പറയുമ്പോൾ എന്നിനെ നോക്കാം, വേറെ ആരുടെയിലും എന്നില്ല. ഐസോബാറിൻ്റെയിലും ഐസോടോപ്പിൻ്റെയിലും എന്നില്ല. സോ ഐസോടോണിൽ എന്നുണ്ട്. എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ക്ലൂ ഉണ്ട്. ഐസോടോണിൽ എന്നുണ്ട്. സോ എന്താണ്? ന്യൂട്രോൺസിൻ്റെ എന്നാണ്. ഐസോടോൺസിന്, അതായത് നമുക്ക് മോഡലിന് വന്നത് അതിൽ ഐസോടോൺസ് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഏതിനാണോ ഈക്വൽ ആയിട്ടുള്ളത് നോക്കണം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? Z - A ചെയ്യണം. അപ്പോൾ ഏതിനാണ് ഈക്വൽ വരുന്നത് അത് എടുക്കും. അപ്പോൾ ഐസോടോൺസ് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റ് ഷോ ദ average radius of the nucleus of the element given by r is equal to r0 a raised to 1/3, where r0 is equal to 1.2 into 10 raised to minus 15. ഇത് വേണ്ട. The volume of the nucleus is directly proportional to the mass number. The volume of the nucleusൻ്റെ വോളിയം എന്ന് പറയുന്നത് directly proportional to its mass number. മാസ് നമ്പറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആര്? വോളിയം ഓഫ് ദ ന്യൂക്ലിയസ്. Volume of the nucleus is directly proportional to the mass of the nucleus. Mass number. Volume of the nucleus is directly proportional to the mass of the mass number. Okay. Density is independent of mass number.
Its value is approximately 2.3 into 10 raised to 17 kilogram per meter cube. This density is very large compared to an ordinary matter. അതുകൊണ്ടാണ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത്. അതൊന്നും ചോദിക്കില്ല. ഇനി ഇവിടെ ചോദിക്കുന്നത് മാസ് ഡിഫക്റ്റ് എന്താണ്. 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 931 MeV എന്ന് ആലോചിച്ച് വെക്കുക. 1 AMU is equal to 931 MeV. സ്റ്റഡി ലൈവ് ഒക്കെ ഉണ്ടോ? സ്റ്റഡി ലൈവ് ഒക്കെ ഉണ്ട്. നീയല്ലേ റേ ഓപ്റ്റിക്സ് പഠിക്കാത്ത ആള്. ഐ എം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നീയല്ലേ റേ ഓപ്റ്റിക്സ് പഠിക്കുക. നീ റേ ഓപ്റ്റിക്സ് പഠിച്ച? നീ റേ ഓപ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ, 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 931 MeV 931 MeV. ഓക്കെ, ഇനി മാസ് ഡിഫക്റ്റ് എന്താണ്, ബൈൻഡിങ് എനർജി എന്താണ്? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. മാസ് ഓഫ് ദ ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോട്ടോൺ. മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാസുകളുടെ ടോട്ടലാണ് മാസ് ഓഫ് ദ ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ആരുടെ? ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് ആരുടെയൊക്കെ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ മാസ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് മാസ് ഡിഫക്റ്റ്? ഇത് ചോദിക്കാം. ഇതല്ലേ നമുക്ക് മോഡലിന് ചോദിച്ച മാസ് ഡിഫക്റ്റ് എന്താണ്? യെസ്, ഇതന്നെ ചോദിച്ചാൽ. ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ദ ന്യൂക്ലിയൻ ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഡെൽറ്റ എം ഇസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ദ ന്യൂക്ലിയസിൻ്റെ മാസും മാസ് ഡിഫക്റ്റ് എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഉത്തരം ഉണ്ടാക്കാൻ നോക്കുക. എന്താണ് മാസ് ഡിഫക്റ്റ്? ഡിഫക്റ്റാണ് ഡിഫക്റ്റ് ഡി. അപ്പോൾ ദ ഡിഫറൻസ് ഇൻ എവിടത്തെ? മാസ് ഓഫ് ദ ന്യൂക്ലിയസും ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓക്കെ, അപ്പോൾ മാസ് ഡിഫക്റ്റ് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഡിനെ ആലോചിക്കണം. ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഡെൽറ്റ എം ഇസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു Z into MP plus A minus Z Mn ബ്രാക്കറ്റ് മൈനസ് എം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഡെൽറ്റ എം എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് ഇസ് ഈക്വൽ ടു ZMP അല്ലേ? ZMP പ്ലസ് A മൈനസ് Z Mn ഇതിൽ നിന്ന് മൈനസ് എം. ഓക്കെ, സെഡ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആദ്യം പഠിച്ചു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എ മൈനസ് സെഡ് എന്ന് പറയുന്നത് എന്താ? അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് എ മൈനസ് സെഡ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് എം എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ മാസ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എം. അപ്പോൾ എന്താണ്? കാണാപ്പാടെ ഇതാ ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ZMP മൈനസ് A മൈനസ് Z പ്ലസ് അല്ലേ? പ്ലസ് ഒന്നുകൂടി ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ZMP പ്ലസ് A മൈനസ് Z Mn മൈനസ് എം. ഓക്കെ, ഇനി എന്താണ് ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ ഇ ബി ആണ് ബൈൻഡിങ് എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. ഡെൽറ്റ എം സി സ്ക്വയർ. ഇനി എന്താണ് ബൈൻഡിങ് എനർജി? The amount of energy required to break a nucleus into individual neutrons and protons is called nuclear binding energy. The amount of energy required to break ന്യൂക്ലിയസിനെ. ഇതിൽ മെയിൻലി നമ്മൾ ന്യൂക്ലിയസിനെയാണല്ലോ പഠിക്കണേ. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ the nucleus into
ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസ് ആക്കാൻ വേണ്ടിയിട്ട് ഈസ് കോൾഡ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. അതാണ് ഇക്വേഷൻ. ഈ സി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് എന്ത് 931 MeV ആണെന്ന് തോന്നുന്നു. അതേതോ ഞാൻ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്ത് കണ്ടായിരുന്നു. ഏതെങ്കിലും ചോദ്യം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. റേ ഓപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയൈ, മാസ് ഡിഫക്റ്റ്, ഡെൽറ്റ എം ഡെൽറ്റ എം ഇസ് ഇക്വൽ ടു കാർബൺ ഐസോടോപ്പ് ഇത്ര, ന്യൂക്ലിയർ മാസ് ഇത്ര, കാൽക്കുലേറ്റ് ദ ബൈൻഡിങ് എനർജി ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയസ് ഗിവൺ MP ഇത്ര, MN ഇത്ര, 1 AMU ഇത്ര. നമുക്ക് ഈ ചോദ്യം ചെയ്ത് നോക്കട്ടോ. കാർബൺ ഐസോടോപ്പ് എന്ന് പറയുന്നത് C12 ഇവിടെ 6 ഹാസ് എ ന്യൂക്ലിയർ മാസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ M ആണ്. ഈ വലിയ M ആ തോന്നുന്നു ന്യൂക്ലിയർ മാസ്. എന്നിട്ട് 1 2 3 4 5 6 1 2 3 4 5 6. കാൽക്കുലേറ്റ് ദ ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ EB is equal to delta M C square. Given MP എന്ന് പറയുന്നത് 1.007825, U ഓക്കെ, MN എന്ന് പറയുന്നത് 1.008665, U 1 AMU എന്ന് പറയുന്നത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, നമുക്ക് ഡെൽറ്റ എം ആദ്യം കണ്ടുപിടിക്കണം. ഡെൽറ്റ എം ഇസ് ഇക്വൽ ടു സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ മൈനസ് എം. സെഡ് ഇവിടെ എന്താ, സെഡ് ഇത് എ ടു സെഡിൽ സെഡ് എം പി തന്നിട്ടുണ്ട് ഇൻറ്റു 1.007825 പ്ലസ് എ മൈനസ് സെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 6 ഇൻറ്റു എം എൻ 1.008665. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എമ്മിൻ്റെ ഇത് കിട്ടി. ഇനി മൈനസ് എം 12 ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ ഫുള്ള് പഠിക്കണോ അല്ലേ ഇമ്പോർട്ടൻ്റ് ആണോ ക്വസ്റ്റ്യൻ ആണോ പഠിച്ചത്? ഞാൻ ഒരുവിധം ലാസ്റ്റ് ചാപ്റ്റർ ഫുള്ള് നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഡുവൽ നേച്ചർ പഠിക്കാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചാപ്റ്റർ മുഴുവനായിട്ട് നോക്കിയിട്ടുണ്ട്. 6 ഇൻറ്റു 1.007825 പ്ലസ് 6 ഇൻറ്റു 1.008665 അതെ മൈനസ് 12 ചെയ്യാം. അപ്പോൾ ഈ ഉത്തരം കിട്ടിയ യെസ് നമ്മുടെ കറക്റ്റ്. അപ്പോൾ ഡെൽറ്റ എം എന്ന് പറയുന്നത് ഡെൽറ്റ എം കിട്ടി 0.09894. ഡെൽറ്റ എം സി സ്ക്വയർ ആണ് എന്ത് 931 അല്ലേ? യെസ്, സി സ്ക്വയർ ആണ് 931. അപ്പോൾ ഇതേ ആൻസർ 0.09894 ഇൻറ്റു 931 ചെയ്യാം. 92.11314 MeV. യെസ്, നമ്മുടെ ഉത്തരം ശരി. ഓക്കെ. ഇവിടെ നിന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെയാട്ടോ വന്നിട്ടുള്ളൂ. വേറെ ഓക്കെ. അപ്പോൾ ഇവിടെ ബൈൻഡിങ് എനർജി എന്താണെന്ന് പഠിച്ചു. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ദ ന്യൂക്ലിയസ് ഇൻറ്റു ഇറ്റ്സ് ഇൻഡിവിജ്വൽ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. ഓക്കെ, എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡയഗ്രാം വരച്ച് കാണിക്കുമോ?
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇതിൽ ഞാൻ വരച്ചിട്ടുണ്ട്, ഇത് കാണിച്ചു തന്നാൽ മതി. ഇതിൽ വരച്ചേ ടെലിസ്കോപ്പ് ഇതാ, ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം കൂടി വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവിലുള്ളത് കുഞ്ഞ് ലെൻസും, ഇതിൽ കൊള്ളാവോ കുഞ്ഞു ബുക്കായിരുന്നു, ഇത് ഒബ്ജക്റ്റീവ്. ഇനി ഐ പീസിലുള്ളത് വലിയ ലെൻസുമാണ്. ഓക്കെ, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. എവിടെയാവും ഇതിൻ്റെ ഇമേജ് ഒന്ന് മുട്ടാൻ പോണം. കുഞ്ഞ് ഹൈറ്റുള്ളത് വരയ്ക്കാട്ടോ, അല്ലെങ്കിൽ ഇമേജ് എവിടെയെങ്കിലും ചെന്ന് എത്തും. ഒന്ന് നേരെ വന്നിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോവും. നേരെ വന്നിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോവും. ഒന്ന് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോവും. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോവും. ഓക്കെ, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോവും. നേരെ ഇട്ടോളൂ. നേരെ പോയിട്ട് ഇങ്ങനെ പോയി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയിട്ട്, പക്ഷെ ഇത് മുട്ടും ഗൈസ്, എവിടെയെങ്കിലും നമ്മുടെ മുട്ടിയില്ലല്ലോ. അപ്പം ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലും മുട്ടും. അത് മുട്ടിക്കണം കേട്ടോ, നിങ്ങൾ അതിൻ്റെ ഭാഗത്തിന് വരയ്ക്കണം. ഈ ഒപ്റ്റിക് സെൻറ്ററിലത്തെ ഈ ലൈനും ഇതും തമ്മിൽ മുട്ടണം. നമ്മൾ ട്രയോപ്റ്റിക്സ് ഒപ്പിച്ച് വരയ്ക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. യെസ്, ഇതാണ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോയാറേ. ഇതിവിടെ മുട്ടി, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. അങ്ങനെ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലത്തെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വന്ന റേ ഇതല്ലേ, ഇവൻ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ തന്നെ പോവും. ആ റേ എന്ത് ചെയ്യും, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ തന്നെ പോവും. ഇപ്പുറത്തവൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ തന്നെ പോവും. മറ്റവൻ എന്ത് ചെയ്യും, മറ്റവൻ എന്ത് ചെയ്യും, നേരെ വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു ഫോക്കസ് ഉണ്ടാവില്ലേ, എഫ് എന്ന് പറഞ്ഞ ഇവൻ്റെ ഒരു ഫോക്കസ് ഉണ്ടാവും, ഈ ഐ പി എസിൻ്റെ ഫോക്കസ് ഉണ്ടാവും. നേരെ വന്നിട്ട് ഈ എഫ് ഇ കൂടെ പോവും. ശരിക്കും ഇത് മുട്ടാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടെ നമ്മുടെ കണ്ണിരിക്കുന്നു, കണ്ണ് കണ്ണ് കണ്ണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ബീറ്റ, ഇപ്പുറത്തൊരു ബീറ്റ. ഇവിടെ ഒരു ബീറ്റ, ഇപ്പുറത്തൊരു ബീറ്റ. ഇത് എച്ച് ഡാഷ്, ഇത് എച്ച്, ഇത് എഫ് ഇ. ഇവിടുന്ന് ആദ്യത്തെ ഈ എഫ് ഒ വരെയുള്ള ദൂരം ഇത് എഫ് ഒ ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എഫ് ഒ. ഇത് എന്നിട്ട് ഇവിടെ നിന്ന് തൊട്ട് ഈ എച്ച് ഡാഷ് വരെയുള്ള ദൂരമാണ് എല്. ഈ എച്ച് ഡാഷ് തൊട്ട് ഇവൻ്റെ നടുവ് വരെയുള്ളതാണ് എഫ് ഇ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഐ എം സോറി, യു ആർ ബാഡ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും എഴുതട്ടെ. ടാൻ ബീറ്റ ചെയ്യുക. ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എഫ് ഒ. അടുത്തതിൻ്റെ ടാൻ ബീറ്റ എടുക്കുമ്പോൾ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എല് വരും അല്ലേ. എച്ച് ഡാഷ് ബൈ എല് വന്നു, മറ്റേത് എച്ച് ബൈ എഫ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാഗ്നിഫിക്കേഷൻ എം ഒ കണ്ടുപിടിക്കണം. എച്ച് ഡാഷ് ബൈ എച്ച് ആണ് എം ഒ എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് ബൈ എഫ് ഒ ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എല്.
അപ്പോൾ എച്ച് ഡാഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എച്ച് ഡാഷ് ബൈ എച്ച് ഇസ് ഇക്വൽ ടു ഇവനങ്ങോട്ട് കൊണ്ട്, അപ്പോൾ എൽ ബൈ എഫ്. അപ്പോൾ ഇതാണ് എന്ത് എം ഒ. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ ഇസ് ഇക്വൽ ടു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ മാത്രം എം ഒ ഇൻറ്റു എം ഇ ആണ്. എം ഇ ഇസ് ഇക്വൽ ടു എം ഇക്ക് 2 വാല്യൂ വരും. ഒന്ന് 1 പ്ലസ് ഡി ബൈ എഫ് ഇയും ഒന്ന് വരുന്നത് ഡി ബൈ എഫ് ഇയും. അപ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഇസ് ഇക്വൽ ടു 2 വാല്യൂ ഉണ്ട്. ഒന്ന് എം ഒൻ്റെ ഇത് എൽ ബൈ എഫ് ഒ ൻ്റെ കൂടെ 1 പ്ലസ് ഡി ബൈ എഫ് ഇ. ഇനി എം ഇസ് ഇക്വൽ ടു എൽ ബൈ എഫ് ഒ ഡി ബൈ എഫ് ഇ. ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഐ പോയിന്റിൽ, എന്താ പറയല്ലോ അതിന് നിയർ പോയിന്റിൽ കിട്ടുന്നതാണിത്. അടുത്ത വെച്ചാൽ മതി, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കോമ്പൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. Semiconductor on the set. എൻ്റെ സെമി കണ്ടക്ടർ പഠിച്ചു കഴിഞ്ഞു. യെസ്, ബീറ്റ ആൽഫ ഒക്കെ ബേബി മനസ്സിലാവും. ഓക്കെ. അതിൽ ആൽഫ ഇല്ല, ബീറ്റ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആകെ ആൽഫയുടെ ഇത് വരുന്നത് ഒന്ന് ടെലിസ്കോപ്പിലും പിന്നെ ഒന്ന് ആൽഫ വരുന്നത് മറ്റേ സർഫസിൻ്റെ ഇത് വരുന്നതും മറ്റേ ഈ ഇക്വേഷനിൽ N2/V - N1/U = N2 - N1/R അതിൽ. ഓക്കെ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ. ടോട്ടൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ എ, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് എന്ത് എ ടു സെറ്റ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ന്യൂട്രോൺ. ഓക്കെ. ടോട്ടൽ ബൈൻഡിങ് എനർജി ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് എന്ത് ന്യൂക്ലിയോൺ. ഗ്രേറ്റർ ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മോർ സ്റ്റേബിൾ ദ ന്യൂക്ലിയസ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ ഏതിനാണോ അവനാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അവനാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ്. ഓക്കെ. ഒബ്സർവേഷൻ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ is practically constant, that is practically independent of atomic number. Atomic numberന് ഇൻഡിപെൻഡൻ്റ് ആണ്. ആറ്റോമിക് നമ്പറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. റേ ഡയഗ്രാം വരയ്ക്കാനാണ് അറിയാത്ത, അതൊന്ന് ക്ലിയറായി ഷോർട്ടായി പറഞ്ഞു തരും. 3 മാർക്സ് എവറി വൺ. പ്രഡിക്ഷൻ ചെയ്യും. പ്രഡിക്ഷൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും പിന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പ്രിസം. റേ ഡയഗ്രാം സിമ്പിൾ കോമ്പൗണ്ട് ടെലിസ്കോപ്പ് റഫായി എങ്ങനെ വരയ്ക്കുക. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എൻ്റെ ഈ ചാപ്റ്റർ ഒന്ന് തീർത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. വെയിറ്റ്. ഇലക്ട്രോൺ ബൈൻഡിങ് എനർജി ദ ന്യൂക്ലിയർ മിഡിൽ മാസ് നമ്പർ. ഇത് കഴിഞ്ഞു. ഇത് ആകെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കണം. ഇലക്ട്രിക് ബൈൻഡിങ് എനർജി ലോവർ ഫോർ ബോത്ത് ലൈറ്റ് ന്യൂക്ലിയർ ആൻഡ് ഹെവി ന്യൂക്ലിയർ ഇത്ര. ഇനി എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ സോങ് ആലോചിക്കുക. ഫ്യൂഷൻ സോങ്ങിൽ എന്താ ചെയ്യണത്? നമ്മൾ ഒരു കുറേ പാട്ടുകൾ ചേർക്കുകയാണ്. സോ ലൈറ്റ് ന്യൂക്ലിയർ കമ്പൈൻ ടു ഫോം മച്ച് ഹെവിയർ ന്യൂക്ലിയർ. ഒരു കുഞ്ഞ് ന്യൂക്ലിയറിനെ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ന്യൂക്ലിയസ് ആക്കി മാറ്റാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എൻ്റെ ഡയഗ്രാം. ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റേ ഡയഗ്രാം വരയ്ക്കുന്നത് എക്സാമിനർ ലൈവിൽ പോലും നന്നായി പറഞ്ഞു തരുന്നില്ല. ആണോ? ഇത്ര ബുദ്ധിമുട്ടായ എല്ലാവർക്കും റേ ഡയഗ്രാം വരയ്ക്കുക. ഏതിൻ്റെ വേണ്ടേ? മൈക്രോസ്കോപ്പ് അതാണോ? ആദ്യം സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇട്ട് പേന വെച്ച് വരയ്ക്കും.
ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമായിട്ടോ ഞാൻ പറയാനുള്ളൂ. ഇൻസ്ട്രുമെൻറ്റ്സ് സൈലത്തിൽ പറയണ്ട കേട്ടോ, അതൊന്ന് കണ്ടോക്കണേ ഇത് കഴിയുമ്പോൾ. സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഒ ആൻഡ് എഫും, രണ്ട് ഒബ്ജക്റ്റ് അറ്റ് എഫും. അറ്റ് എഫ് ഒന്നാമത്തെ വരയ്ക്കാം. ഒന്നാമത്തെ ആദ്യം ലെൻസ് വരയ്ക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ വൃത്തിക്ക് വരച്ചോളോട്ടെ. ലെൻസ് ചെയ്യൂ, വൃത്തിക്ക് വരയ്ക്കട്ടെ. മനസ്സിലാവണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. ഇത് ഒപ്റ്റിക് സെൻറ്റർ, ഇത് എഫ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിലായിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് വയ്ക്കുക. ഒബ്ജക്റ്റ് നേരെ പോയിട്ട് ഫോക്കസിലൂടെ കടന്നു പോകും. അയ്യോ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ? കാണണ്ട? ലൈവ് സ്ട്രീമിൽ ടെലോട്ട് ബട്ട് ഇതിങ്ങനെ വെച്ചാൽ മതിയാ? ഓക്കെ, ഇത് ഫോക്കസ് ആട്ടാ. ഇവിടുത്തെ ഫോക്കസ്. അപ്പോൾ നേരെ വന്നിട്ട് ഇത് ഫോക്കസിൽ കൂടെ പോയി. ഇനി ഇതെന്ന് പറയുന്നത് എന്താവും? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകും. ഇത് രണ്ടും ബാക്കിൽ ചെന്ന് മുട്ടണം. ഇവിടെ മുട്ടില്ല കേട്ടോ. ഇവർ രണ്ടുപേരും ഇവിടെ മുട്ടില്ല. ബട്ട് ഇവർ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുമ്പോൾ ബാക്കിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മുട്ടും. ലൈക്ക് നോക്കട്ടെ എവിടെയാണ് മുട്ടണേന്ന്. കുറച്ച് ദൂരത്തിൽ സഞ്ചരിച്ചിട്ടാണ് ഇവർ മുട്ടുക. ഇവിടെ മുട്ടി ഏകദേശം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് പ്രിൻസിപ്പൽ ഫോക്കസ് ഇട്ടാ. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതെന്താ? വെർച്വൽ, ഇറക്റ്റ്, മാഗ്നിഫൈഡ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഫിഗർ. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണണമെങ്കിൽ ഇതല്ലേ 1 + d/f വരുന്നത്. ഇതിങ്ങനെയാട്ടെ ഫിഗർ വരാം കാണണ്ടേ? ഇതാ. ഓക്കെ, ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ = ലെൻസിൻ്റെ കേസിൽ v/-v/u അല്ലേ? മാഗ്നിഫിക്കേഷൻ v/u മൈനസ് മിററില്ല v/u. അപ്പോൾ എന്തായി? v × 1/u ആയി. ലെൻസ് ഫോർമുല എന്താ? 1/f = 1/v - 1/u. So 1/u = 1/v - 1/f. That is v ആവുമ്പോൾ ഇവിടെ v × 1/u എന്ന് പറയുന്നത് 1/v - 1/f. That is v/v എന്ന് പറയുമ്പോൾ 1 - v/f. ഈ ഇമേജ് ഡിസ്റ്റൻസ് ആണ് -d. അതായത് നമ്മുടെ റെറ്റിനിൽ നിന്ന് മറ്റേ നിയർ പോയിൻ്റ് ആണ് d ട്ടാ. അപ്പോൾ ദാറ്റ് ഈസ് 1 - -d/f. ദാറ്റ് ഈസ് 1 + d/f. ഇതാണ് ഇവിടുത്തെ എൻ്റെ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തതിൻ്റെ ഇതുപോലെ തന്നെ വരും. ഞാൻ വരച്ച സമയം കളയണോ? അടുത്തതിൻ്റെ രണ്ടും മുട്ടില്ല, കൂട്ടിമുട്ടില്ല. ഈ മോൾ ഭാഗം കൂട്ടിമുട്ടില്ല, താഴ് ഭാഗം കൂട്ടിമുട്ടില്ല. എഫിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഒരെണ്ണം നേരെ പോണറേ ഫോക്കസിൽ കൂടെ കടന്നു പോകും, ഒന്ന് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ മാഗ്നിഫിക്കേഷൻ എടുത്താൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആംഗുലർ മാഗ്നിഫിക്കേഷൻ എടുക്കണം. ആംഗുലർ മാഗ്നിഫിക്കേഷൻ θi/θ എന്നാണ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല. θi എന്ന് പറയുമ്പോൾ θi ടാൻ മിക്കവാറും ഇതിലത്തെ ഒരുവിധം ടാനാണ് എടുക്കണം. അപ്പോൾ ടാൻ θi ആണ്. θi എന്ന് പറയുമ്പോൾ ഇത് h/ ഇവിടെ
എഫ്. തീറ്റ ഐ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എച്ച് ബൈ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത്ത് എഫ്. തീറ്റ ഒ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. തീറ്റ ഒൻ്റെ അതായത് കണ്ണ് റെറ്റിനെ ഐയിൽ നിന്ന് പോണത് ഡി, ഇത് എച്ച്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് എച്ച് ബൈ ഡി തീറ്റ ഒ വരും. ഫോർ സ്മോൾ ആംഗിൾസ് ടാൻ തീറ്റ ഇസ് ഇക്വൽ ടു തീറ്റ, സോ തീറ്റ ഐ ഇസ് ഇക്വൽ ടു എച്ച് ബൈ എഫ്, തീറ്റ ഒ ഇസ് ഇക്വൽ ടു എച്ച് ബൈ ഡി. തീറ്റ ഐ ബൈ തീറ്റ ഒ ഇസ് ഇക്വൽ ടു എച്ച് ബൈ എഫ് ഡിവൈഡഡ് ബൈ എച്ച് ബൈ ഡി. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഡി ബൈ എച്ച് വരും. എച്ച് എച്ചും ക്യാൻസലായി ഡി ബൈ എഫ്. തീറ്റ ഐ ബൈ തീറ്റ ഇസ് ഇക്വൽ ടു ഡി ബൈ എഫ്. അതാണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ വരിക. ഓക്കെ, സായാലും മനസ്സിലാവണില്ല. വന്നവർക്ക് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നേരത്തെ പറഞ്ഞില്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 കേസ് വരും. ഒന്ന് എം ഒ എം ഇ ആണ് ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ അതിൽ എം ഒ എന്ന് പറയുന്നത് നമ്മളിത് കണ്ടുപിടിക്കുക, ടാൻ ബീറ്റയുടെ സംഭവമായിട്ട് കണ്ടുപിടിക്കുക. എം ഒ എന്ന് പറയുന്നത് എച്ച് ഡാഷ് ബൈ എച്ച്, അതാണ് എം ഒ. എം ഇ എന്ന് പറയുന്നത് ഈ സംഭവം നേരത്തെ നമ്മൾ കോമ്പൗണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കണ്ടുപിടിച്ച 1 + ഡി ബൈ എഫ് ഇയും പിന്നെ ഡി ബൈ എഫ് ഇയും. ഓക്കെ, ടെലസ്കോപ്പ് നിങ്ങൾ ഞാൻ വരച്ചിട്ട് നേരെയാവണില്ലത്. ഇത് ഇങ്ങനെ ഒരു ഫിഗർ, ഈ ഫിഗറിനെ നേരെ പോലെ വരച്ചതാണ് ഇത്, ഈ ഭാഗം. അയ്യോ, നിങ്ങൾക്ക് കാണണ്ട, ഇത് വരച്ചാലും മതി. അത് വരച്ചോ, അതിൽ പാരലായിട്ട് റേസ് വരണം, അതാണ് അതിൽ പ്രത്യേകത. അത് ഏതെങ്കിലും യൂട്യൂബിലൊന്ന് നോക്കണേ. ഞാനെങ്ങനെ നോട്ട് അയച്ചു തരും? ഹൗ ഇറ്റ് പോസിബിൾ? എനിക്കിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യൂട്യൂബിൽ വലിയ പിടുത്തമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റേ പാരലായിട്ടാണ് വരേണ്ടത്. പാരലായിട്ട് വന്നു, എന്നിട്ട് ഇത് കൂടെ പാരലായിട്ട് തന്നെ പോകണം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ആൽഫ, ഈ ആംഗിൾ ആൽഫ. ഇവിടെ നിന്ന് ഇത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇമേജ് ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഇമേജ് എഫ് ഒ ഈ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോണത് എഫ് ഇ. അതായത് ഇതാണ് ലെൻസ് ഒരെണ്ണം, വലിയ ലെൻസ് ഏതിൻ്റെയാ? ഒബ്ജക്റ്റീവിൻ്റെ. അതാണ് എഫ് ഒ. ഇനി ഇതാണ് ഐ പി എസിൻ്റെ ലെൻസ്. അപ്പോൾ ഇത് എഫ് ഇ. അപ്പോൾ എഫ് ഒയും കിട്ടി, എഫ് ഇയും കിട്ടി. ഇനി ഇവിടെയുള്ള 2 ആംഗിൾ ആൽഫ 2 ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇവിടെയുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ബീറ്റ 2 ആൽഫയും ബീറ്റയും. ഇനി നമുക്കിതിൽ ടാൻ ആൽഫയും ടാൻ ബീറ്റയും കണ്ടുപിടിക്കണം. ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എച്ച് ഡാഷ് ബൈ എഫ് ഒ, ടാൻ ബീറ്റ എന്ന് പറയുന്നത് എച്ച് ഡാഷ് ബൈ എഫ് ഇ. അപ്പോൾ ഫോർ സ്മോൾ ആംഗിൾ ടാൻ തീറ്റ ഇസ് ഇക്വൽ ടു തീറ്റ, അപ്പോൾ ആൽഫ ഇസ് ഇക്വൽ ടു എച്ച് ഡാഷ് ബൈ എഫ് ഒ, ബീറ്റ ഇസ് ഇക്വൽ ടു എച്ച് ഡാഷ് ബൈ എഫ് ഇ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ബീറ്റ ബൈ ആൽഫയാണ്. എ ബി സി ഡിയിൽ ബി ആദ്യമാണെന്ന് ആലോചിക്കുക. സോ ബീറ്റേനെ ആദ്യം വിചാരിക്കുക മനസ്സിൽ. അപ്പോൾ ബീറ്റ എച്ച് ഡാഷ് ബൈ എഫ് ഇ, ബീറ്റയുടെ ഇവിടെ എച്ച് ഡാഷ് ബൈ എഫ് ഇ ഡിവൈഡഡ് ബൈ എച്ച് ഡാഷ് ബൈ എഫ് ഒ. എച്ച് ഡാഷ് ബൈ എഫ് ഇനെ പിന്നെ ഇതിനെ ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ എഫ് ഒ ബൈ എച്ച് ഡാഷ് ആവും. സോ എം ഇസ് ഈക്വൽ ടു എഫ് ഒ ബൈ എഫ് ഇ. ഇത്രേ ഉള്ളൂ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ബീറ്റ എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ബീറ്റയ്ക്ക് എന്താ പറ്റിയ? രണ്ടും ബീറ്റയാ. ഒന്ന് എച്ച് ഡാഷും വരും, ഒന്ന് എച്ചും വരും. ഒന്നിൽ എച്ച് ഡാഷ് ബൈ എഫ് ഒയും ഒന്നിൽ എച്ച് ഡാഷ് ബൈ എല്ലും വരും. ഗോ ടു ക്ലാസ്. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ഗോ ടു ക്ലാസ്. മനസ്സിലായില്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഫൈനൽ ഇക്വേഷൻ ഈ 2 വരും. ഈ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വരും. അതായത് എഫ് ഇ ആണ് ഈ ഇക്വേഷൻ്റെത്, എഫ് ഇയുടെ സാധനമാണിത്. അപ്പോൾ 2 ഇക്വേഷൻ വരും, ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ. ഓക്കെ, ഇനി ഞാൻ ഇതിലത്തെ നമ്മളപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ, സോ ലൈറ്റ് ന്യൂക്ലിയർ കമ്പൈൻ ടു ഫോം മച്ച് ഹെവിയർ ന്യൂക്ലിയസ്.
ലൈറ്റ് ന്യൂക്ലിയൈ മച്ച് എന്താവും combine to form much heavier ന്യൂക്ലിയൈ combine ചെയ്തിട്ട് ന്യൂക്ലിയസ് ആവും. ലൈറ്റ് ന്യൂക്ലിയൈകൾ combine ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് വെരി ഹെവി ന്യൂക്ലിയൈ സ്പ്ലിറ്റ്സ് ഇൻ ടു ലൈറ്റർ fragments to attain stability. Okay, very heavy nucleus ഇത് ഫിഷൻ എന്ന് പറയുമ്പോൾ വലിയ ന്യൂക്ലിയസ് കുഞ്ഞു പീസുകളാവുന്നത്. ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻസ് ടു ലൈറ്റർ ഫ്രാഗ്മെൻറ്റ്സ് ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് പാട്ടാലോ. ഓക്കെ, അതിൻ്റെ നേരെ തല തിരിഞ്ഞതാണ് ഫിഷൻ. ഓക്കെ, ഇനി എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ്? ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് മേ ബി, ചിലപ്പോൾ ഉണ്ടായേക്കാം. താങ്ക്സ് ഓൾറെഡി, താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. അല്ല, വെൽക്കം. അതായത് ഞങ്ങളത് ക്ലാസ്സിലിരുന്ന് കുത്തിയിരുന്ന് വരപ്പിച്ച്, ഞങ്ങൾക്ക് ആ മിസ്സ്, ഒരു കുഞ്ഞു മിസ്സ് വേറെ വന്നിരുന്നു ബയോപ്റ്റിക്സ് പഠിപ്പിക്കുന്ന സമയത്തേക്ക്. ഞങ്ങളുടെ മിസ്സിന് വയ്യാണ്ട്, അപ്പോൾ ആൾ കുത്തിയിരുന്ന് പഠിപ്പിച്ചതാണ്, ഞങ്ങൾ ക്ലാസ്സിലിരുത്തി വരപ്പിച്ച്. The strong force of interaction which holds the nucleons okay, strong force of interaction which hold the nucleons within the nucleus is known as nuclear force. സ്ട്രോങ് ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ എന്തിനുള്ളത്? ന്യൂക്ലിയോൺസിനെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്ട്രോങ് ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ വിച്ച് ഹോൾഡ് ദ ന്യൂക്ലിയോൺസ്, എവിടെ തന്നെ? ന്യൂക്ലിയോൺസ് within the nucleus is known as nuclear force. The strong force of interaction which holds the nucleus, ന്യൂക്ലിയോൺസിനെയാണ് പിടിച്ചു നിർത്തേണ്ടത്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിയും ന്യൂട്രോണിനെയും ന്യൂക്ലിയസിനെ പിടിച്ചു നിർത്തണം. ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വിച്ച് holds the nucleons in the nucleus within the nucleus is known as nuclear force. Properties of nuclear force. ടോട്ടൽ ഡെറിവേഷൻ ആവറേജ് 26 മാർക്സ്, 3 to 5 ഗ്രാഫ് ക്വസ്റ്റ്യൻസ് പ്ലസ് ന്യൂമറിക്കൽ ആപ്ലിക്കേഷൻ 12 മാർക്ക്. പ്ലസ് ലെവൽ കൂടിയാൽ ക്വസ്റ്റ്യൻസ് വരും. ഹായ്, ഷോർട്ട് റേഞ്ച്ഡ് എല്ലാ ക്വസ്റ്റ്യൻസും വരും. നമുക്കറിയില്ല എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും വരാതെ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നേച്ചറിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. Stronger than gravitational force. എൻ്റെ കോൺഫിഡൻസോ, നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരുമല്ലോ നമുക്കറിയില്ല. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ ചെയ്യാം, വേറെ ഒന്നുമില്ലത്. ന്യൂ പാറ്റേൺ വരുമെങ്കിൽ വരട്ടെ. എന്തായാലും കുറച്ച് ചോദ്യമെങ്കിലും പഴയ പാറ്റേണിലുള്ളത് ഉണ്ടാവുമല്ലോ. എല്ലാം ന്യൂ പാറ്റേണിൽ അവർ ഇടില്ലല്ലോ. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആർ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ചാർജ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ 2 പോയിന്റ് പഠിച്ചു. ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. ന്യൂക്ലിയർ ഫോഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആര്? ചാർജുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. Nuclear forces are charge independent. Nuclear forces are short ranged. They do not obey universe square law. Universe square law ആരും ഒബേ ചെയ്യുന്നില്ല, ന്യൂക്ലിയർ ഫോഴ്സ് ഒബേ ചെയ്യുന്നില്ല. ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ഷോർട്ട് റേഞ്ചിലാണ്. ദേ ഡു നോട്ട് ഒബേ യൂണിവേഴ്സൽ സ്ക്വയർ ലോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 പ്രോപ്പർട്ടി പറഞ്ഞു. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ചെയ്യില്ല? ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ ന്യൂക്ലിയർ ഫോഴ്സസ് ഇസ് ഷോർട്ട് റേഞ്ച്ഡ് ആണ്. ദേ ഡു നോട്ട് ഒബേ സ്ക്വയർ ലോ.
സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ന്യൂക്ലിയോൺ ഇൻട്രാക്ട്സ് വിത്ത് നെയ്ബറിങ് ന്യൂക്ലിയോൺ ഓൺലി. ന്യൂക്ലിയോൺസ് എന്താണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂക്ലിയോൺ ഇൻട്രാക്ട്സ് വിത്ത് നെയ്ബറിങ് ന്യൂക്ലിയോൺ ഓൺലി. ഷോർട്ട് റേഞ്ചിൽ കാരണം ഇറ്റ് പ്രസൻറ്റ് ഓൺലി ന്യൂക്ലിയസ് ഓൺലി സിംപ്ലി. ഓക്കെ, താങ്ക് യു. ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺ ഈക്വലാണ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന 12 ആൾക്കാർ +2 പിള്ളേരാണോ? 15 പേര് +2 പിള്ളേരാ എല്ലാവരും. ഇനി റേഡിയോ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ ഫിനോമിനൻ ഇൻ വിച്ച് ആൻ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് അണ്ടർഗോസ് ഡീകേ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഡീക്കേയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവണ അതൊരു ന്യൂക്ലിയർ ഫിനോമിനൻ ആണ്. ഇറ്റ് ഈസ് എ റേഡിയോ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ ഫിനോമിനൻ in which an unstable nucleus undergo decay. There are 3 types of radioactive decay occur: alpha decay, beta decay, and gamma decay. 3 തരം decay ഉണ്ട്: alpha decay, beta decay, gamma decay. Spontaneous ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ദ ഹീലിയം ന്യൂക്ലിയസ് ഈസ് എമിറ്റഡ്. ആൽഫ ഡി കെ എന്ന് പറയുമ്പോൾ ആൽഫ ഡി കെ ഹീലിയം ന്യൂക്ലിയസ് ഈസ് എമിറ്റഡ്. He4 2 to 4. ആൽഫ ഡി കെ എന്ന് പറയുമ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ഈസ് എമിറ്റഡ്. ബീറ്റ ഡി കെ ഇലക്ട്രോൺസ് ഓർ പോസിട്രോൺസ്. ബീറ്റ ഡി കെ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ഓർ പോസിട്രോൺസ് ആർ എമിറ്റഡ്. അപ്പോൾ ആദ്യത്തേൽ ഹീലിയം ന്യൂക്ലിയസിനെ എമിറ്റഡ്. ബീറ്റ ഡി കെയിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പോസിട്രോൺസിനെ എമിറ്റ് ചെയ്യും. പോസിട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വിത്ത് സെയിം മാസ് ആസ് ഇലക്ട്രോൺസ് ബട്ട് വിത്ത് എ ചാർജ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രോൺ. സെയിം ആയിട്ടുള്ള മാസ്സായിരിക്കും, ഇലക്ട്രോണിൻ്റെ അതേ സെയിം മാസ്സായിരിക്കും, പക്ഷേ ചാർജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഗാമ ഡി കെ ഇൻ വിച്ച് ഹൈ എനർജി ഫോട്ടോൺസ് ആർ എമിറ്റഡ്. ഹൈ എനർജി ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും ഗാമയിൽ. High energy photons. Okay. Nuclear energy may be obtained either by breaking a heavier nucleus into വലിയതിനെ കുഞ്ഞിതാക്കുന്നത് fission, yes, or by combining lighter nuclei to form middle ranged nucleus, അത് fusion. Okay. It is a fission എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a process of splitting of heavier nucleus into lighter nuclei is called വിത്ത് ദ ലിബറേഷൻ ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഫിഷനിൽ എന്താണ് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഫിഷൻ എന്ന് പറയുമ്പോൾ വലിയ ന്യൂക്ലിയസിനെ വലിയ ന്യൂക്ലിയസിനെ കുഞ്ഞു ന്യൂക്ലിയൈ ആക്കണതാണ് വിത്ത് ദ ലിബറേഷൻ ഓഫ് എനർജി. അതാണ് ഫിഷൻ. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എനർജി ഫിഷനിൽ വരുന്നത് എനർജി സോഴ്സ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻസ് uncalled sphere of intermediate energy released to breaking into 2 each part. A is equal to 120, then binding energy A is equal to 120, A is equal to 120 total binding energy. Fission energy in fission first appears kinetic energy and transferred as heat, the source of energy. In nuclear reactors are produced electrolyte and nuclear fission. Enormous energy released an atom bomb. Fissionന്റെ ആണ് atom bomb. Atom bomb comes from uncontrolled nuclear fission. Uncontrolled nuclear fissionോട് അനുബന്ധിച്ചാണ് എന്തുണ്ടാവുന്നത് atom bomb. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം എ സിംഗിൾ ലാർജർ ന്യൂക്ലിയസ്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. മറ്റേത് എനർജി ഈസ് ലിബറേറ്റഡ്. ഇവിടെ എനർജി റിലീസ് ചെയ്യും. ലിബറേഷൻ ഓഫ് എനർജി റിലീസ് ചെയ്യണം. സച്ച് എ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ. Break external also thermonuclear reactions starts nuclear fusion. ഇവിടെ സൺലൈറ്റ് അല്ലേ ന്യൂക്ലിയർ ഫ്യൂഷൻ എക്സാമ്പിൾ സൺലൈറ്റ്. The sum of the masses of the light nuclear
single nucleus forms. The difference in the mass converted into energy examples such as energy level nuclear fission reactants are in the first reaction two protons combine to form neutron and positron isotope. Therefore, fusion take place. Two nuclei must come close enough about it. Very difficult since the positively charged experience strong electrostatic force repulsion. To overcome the repulsion, we need to do fusion reactor. Stars. Each second in our sun. Okay. അപ്പോൾ ഇതിൽ ബൈൻഡിങ് എനർജി മാസ് ഡിഫക്റ്റ് എന്തായിരുന്നു? മാസ് ഡിഫക്റ്റ് ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇസ് കോൾഡ് മാസ് ഡിഫക്റ്റ്. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ minimum it is the energy required to break the nucleus into its individual protons and neutrons, both controlled and uncontrolled. Oh yeah, sorry guys. നീ ഇതല്ല പഠിക്കണ്ട, നീ റേ ഓപ്റ്റിക്സ് ആദ്യം പഠിക്കുക. നീ ന്യൂക്ലിയസ് പഠിക്കണ്ട. റേ ഓപ്റ്റിക്സ് പഠിക്കാത്തവർ റേ ഓപ്റ്റിക്സ് പഠിക്കുക. ദെൻ കം ടു ഹിയർ. അതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി ഞാൻ പഠിക്കാൻ പോണ ചാപ്റ്റർ ഇത് കഴിഞ്ഞു. ഇനി ആറ്റംസ് നോക്കണം. സെമികണ്ടക്ടർ. സോറി പറഞ്ഞവിടെ ഇരുന്നോ. നാളെ റേ ഓപ്റ്റിക് നീ അറ്റ്ലീസ്റ്റ് ആ പ്രിസും ലെൻസ് മേക്കേഴ്സ് ഫോർമുലെങ്കിലും പഠിക്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും എന്തൊരു സമാധാനത്തിന്. ആറ്റംസ് റൂദർഫോർഡ് പഠിക്കാനേ തോന്നുന്നില്ല. മമ്മി അതെ, ഈ ചെക്കൻ ഈ പറഞ്ഞ പോലെ റേ ഓപ്റ്റിക്സ് പഠിക്കാണ്ട് നടന്നു. ഈ തലവേന ഈ തവണ 10 ചോദിച്ചല്ലോ. എന്നാലും 10 മാർക്ക് ഉണ്ടല്ലോ. പഠിക്കണ്ടേ അതിന്? ആ ചെക്കൻ സെമി കണ്ടക്ടറും ന്യൂക്ലിയും പഠിച്ചിരുന്നോട്ടെ, റേ ഓപ്റ്റിക്സ് പഠിക്കണ്ട. തോംസൺ മോഡൽ ഓഫ് ആറ്റം. പ്ലം പുഡിംഗ് മോഡലാണ് തോംസൻ്റെ. ആൽഫ പാർട്ടിക്കിൾ റൂദർഫോർഡിൻ്റെ. Thomson model of atom plum pudding. According to this model, the positive charge of an atom is uniformly distributed throughout the volume of the atom. The negatively charged electrons are embedded like the seeds in the watermelon. This is also plum pudding model of atom. Okay. Alpha particle scatter Rutherford nuclear model of atom. Alpha particle scattering. സിങ്ക് സൾഫൈഡ് എന്തിനാ വെച്ചേക്കണേ? സിങ്ക് സൾഫൈഡ് അവിടെ വെച്ചേക്കണതിന് കാരണം അവിടെ ഇതുണ്ടാവും, ഒരു ലൈറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ലൈറ്റ് ഫ്ലാഷസ് പ്രൊഡ്യൂസ് ചെയ്യും അവിടെ. നമ്മുടെ ഇതുപോലെ ചെന്ന് ഇടിക്കുമ്പോൾ, ഇലക്ട്രോൺസ് ചെന്ന് ഇടിക്കുമ്പോൾ ലൈറ്റ് വരും. അതിൻ്റെ ഒബ്സർവേഷൻസ്. മെനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ. മെയിൻ എക്സാമിൻ്റെ മോഡൽ ആയതുകൊണ്ട് അല്ലേ, മോഡൽ എക്സാമിന്
അതാ കഴിഞ്ഞ പോലെ അങ്ങനെ മെയിൻ എക്സാമിൻ്റെ മോഡലായിട്ടാണ് നമ്മുടെ സുന്ദരമായ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ വളരെ എളുപ്പമുണ്ടായിരുന്നു. അതെ, വിഷ്ണുവിൻ്റെ പ്രൊഡിക്ഷനാണ് 93% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അൺഡയറക്റ്റ് എങ്ങാനും കാണട്ടെ. വിഷ്ണുവിന് സിമ്പിളാവട്ടെ. കേസായിട്ട് എന്താ കാര്യം, അവരുടെയൊക്കെ ഇതിൽ ഞങ്ങളുടെ ചേച്ചിമാർക്കൊക്കെ യോറ്റങ്ങളിലൊക്കെ കുറേ എണ്ണത്തിൻ്റെ കെമിസ്ട്രിയിൽ മാർക്ക് പോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലോസ് ആൻഡ് എക്സ്പ്രഷനോ, നീ ആദ്യം റേ ഒപ്റ്റിക്സ് പഠിക്കാം. ശരി, ലെൻസ് മേക്കേഴ്സും പ്രിസും പഠിച്ചിട്ട് ഇവിടെ അതിൻ്റെ ലാസ്റ്റ് എക്സ്പ്രഷൻ ഇട്ടിട്ട് നീ ബാക്കി പഠിച്ചാൽ മതി. പൊക്കോ, ഗെറ്റ് ഔട്ട് അടിച്ചു. Many of the alpha particles pass through the foil. വേഗം പൊക്കോ, വേഗം പോയി ബാക്കി പഠിച്ചോ. Many of alpha particles pass through the foil. It means അത് നിങ്ങൾക്ക് മറ്റേ സൈലത്തിൻ്റെ ലൈവൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോട്ടാ. വെറുതെ ഇവിടെ ഇരിക്കണ്ട. ഞാൻ എൻ്റെ 12 മണിക്കൂറിൻ്റെ ലൈവ് കണ്ട് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ലൈവൊക്കെ കാണാണ്ടെങ്കിൽ പോയിരുന്ന് കണ്ട് മര്യാദയ്ക്ക് പഠിച്ചോട്ടോ. Many of the alpha particles pass through the foil. It means they do not suffer any collision. എത്ര മണിയായി? 11 മണി വരെ പാഠം പഠിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിക്കാം? നാളെ ഇരുന്ന് എല്ലാ ചാപ്റ്റേഴ്സും തന്നെ തുടങ്ങി നോക്കണം. പിന്നെ നാളെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കണം. നാളെ ഇപ്പോൾ ഇന്ന് ആ ഗ്രാഫിൻ്റെ ഇതൊന്നും കാണുന്നുണ്ട്. നൈറ്റ് എത്ര? നൈറ്റ് ഇപ്പം 11, 12, 1, 2 മണി വരെ എന്തായാലും ഇരിക്കും. ഹായ്, എഡുപോർട്ടിൻ്റെ 100 ക്വസ്റ്റ്യൻസ് ലൈവ് ഉണ്ട് നാളെ. കാണൂ. ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും 2 ഉണ്ട് ഇമ്പ്രൂവ്മെൻറ്റ്. ട്യൂഷൻ ഫീ ഒന്നുമില്ല. പാവല്ലേ, ജീവിച്ചു നോക്കട്ടെ എല്ലാവരും, ജയിക്കട്ടെ ഒക്കെ. എല്ലാവരോടും സ്നേഹം മാത്രം. സ്നേഹം. ഗോപിയുടെ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഗോപിയോട് ചോദിച്ചു വെച്ചാലോ, എന്താ അഭിപ്രായം? കുറച്ച് നേരത്തെ തന്നെ ഇപ്പം അനൻസിയും വന്ന് തൂക്കിയിട്ട് പോയിണ്ടായിരുന്നു. രണ്ടിനും പിന്നെ പറഞ്ഞു കിട്ടും. ഫാനൊന്നും ആവണ്ടട്ടാ, നമുക്ക് ഗുഡ് ഫ്രണ്ട്സ് ആവാലോ. ഫ്രണ്ട്സ്. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു, ഒരുവിധമായി, ഏകദേശം തീരണു. റിവിഷൻ ഗോയിങ് ഓൺ. Many of the alpha particles pass through the foil. It means that do not suffer any collision. Most of the alpha particles എന്ത് ചെയ്തു, ഫോയിലിനുള്ളിൽ കൂടെ പാസ് ചെയ്തു. ഇറ്റ് മീൻസ് ദാറ്റ് അവിടെ കൊളീഷൻസ് ആണ്. ഡു നോട്ട് സഫർ എനി കൊളീഷൻസ്. ഓൺലി 0.14% ഓഫ് ഇൻസിഡൻറ്റ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് മോർ ദാൻ വൺ ഡിഗ്രി. ഫിസിക്സിന് എത്ര മാർക്ക് പോയോ? ഫിസിക്സിന് 6 മാർക്ക്. 6 മാർക്ക്. അധികം പഠിക്കണ്ട, പഠിച്ചു.
അധികം പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ഞാനൊരു വസ്തു പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴാണ് പഠിക്കണമല്ലാതെ. ഇത്ര നാൾ നമ്മൾ കാണിക്കാനായിട്ടുള്ള മാർക്കുകൾ മാത്രം വാങ്ങിച്ച് പോന്നു. 488 മാർക്ക്. എനിക്ക് എത്രയായിരുന്നു? എനിക്ക് 491 94 ആണ് അല്ലേ. 512 29 മൈനസ് ചെയ്യുന്നു അല്ലേ. അവിടെ 512 29 29 അല്ല. അപ്പോൾ എത്ര? 94% അല്ലേ. ആ 480 സംതിങ് ആവും. എത്രയും കൂടെ 80 സംതിങ്. യോ പഠിക്കട്ടേട്ടാ. Okay, many of the alpha particles pass through the foil. It means they do not suffer any collision. Only 0.1% of incident alpha particles scattered more than 1 degree. Above 1 in 8,000 of the incident alpha particle deflect by more than 90 degree. അതായത് റിബൗൺസ് ബാക്ക് ചെയ്തു. 3 കണ്ടീഷനാണ്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കലിന് ഒരു കൊളീഷനും സംഭവിച്ചില്ല. അത് വേൾഡ് ഫോയിലിൽ കൂടെ ഈസിലി കടന്നുപോയി. 0.14% of incident alpha particles scattered by more than 1 degree. Above 1 in 8,000. 8,000 ഒരെണ്ണമൊക്കെ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് റിബൗൺസ് ബാക്ക് ചെയ്തു. ഇൻസിഡൻറ്റ് ആൽഫ പാർട്ടിക്കൽ ഡിഫ്ലക്റ്റ് ബൈ മോർ ദാൻ 90 ഡിഗ്രി. മോർ ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ റിബൗൺസ് ബാക്ക്. റുദർഫോർഡ് ന്യൂക്ലിയർ ആറ്റം ഓഫ് മോഡൽ +2 ഫിസിക്സാണ് ഇത്തിരി എളുപ്പമുള്ളത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ കണക്കാണ്. മാത്സ് ഒരു കണക്കാണ്. കണക്ക് വലിയൊരു കണക്കാണ്. Most of the atom is empty. The entire positive charge and most of the mass of the atom is concentrated in the nucleus with the electrons some distance away. Entire positive charge, most of the atom empty ആണ്. Okay. Entire positive charge and most of the mass of the atom are concentrated in the nucleus. Nucleusൽ the entire positive charge and most mass of the atom. Most mass of the atom. Okay. എന്താണ്? entire positive charge and most mass of the atom are concentrated in the nucleus with the electrons some distance away. The electrons would be moving in orbits about the nucleus just as ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ചുറ്റും കറങ്ങണമെന്ന് പറയുന്നത് എന്താണ്? പ്ലാനറ്റ്സ് സണ്ണിന് അറൗണ്ട് കറങ്ങണ പോലെയാണ്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് അബൌട്ട് 10⁻⁻15 to 10⁻⁻14. 10⁻⁻15 meter to 10⁻⁻14 meter. The electrostatic force of attraction between revolving electrons and nucleons provides a centripetal force to keep them their orbits. The electrostatic force of attraction between revolving electrons and the nucleus provides a centripetal force to keep them in their orbit. Electrostatic forces of attraction between the revolving electrons and nucleus. Electrostatic force of attraction between the revolving electrons and the nucleus providing centripetal force and keep them in their orbits. Imagine the tip. എന്നാണ് എക്സാം കഴിയുക? എക്സാം കഴിയേണ്ടത് 28-ാം തീയതി. 17-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പറഞ്ഞ പോലെയാണ്. 28-ാം തീയതി ലാസ്റ്റ് എക്സാം. Impact parameter. Impact parameter is perpendicular distance of the initial velocity vector of the alpha particle from the
center of the nucleus. Impact parameter B. Impact parameter is the perpendicular distance of the initial velocity vector of the alpha particle from the center of the nucleus. ഈ ചാപ്റ്റർ പഠിക്കാൻ തോന്നുന്നില്ല ഗൈസ്. സോ നമ്മൾ എന്ത് ചെയ്യും? വായിക്കാം വെറുതെ. അപ്പോൾ എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ? ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ടു ദ ന്യൂക്ലിയസിൻ്റെ നടുക്കിലേക്ക് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്. Impact parameter is a perpendicular distance of the initial velocity vector of the alpha particle from the center of the nucleus. Okay, alpha particle trajectory. The trajectory traced by alpha particle depends on the impact parameter B of the collision. Trajectory of the alpha particle ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇമ്പാക്റ്റ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേണം. For an alpha particle close to the nucleus, impact parameter is small and suffer large scattering. For head-on collision, impact parameter B is equal to 0. Alpha particle rebounds band, that is angle of scattering, theta is equal to 180 degree. Theta is equal to 180 degree, B 0 ആയിരിക്കും. Impact parameter head-on collision. For head-on collision, തീറ്റ എന്തായിരിക്കും അവിടെ? ഹെഡ് ഓൺ കൊളീഷനിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ബി എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആയിരിക്കും. ഫോർ ലാർജ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ദ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് വിൽ ബി സ്മോൾ. അതായത് തീറ്റ 0 ആയിരിക്കുന്ന സമയത്ത് ബി എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ബി ഇൻഫിനിറ്റി. തീറ്റ 180 ആകുമ്പോൾ ബി 0, തീറ്റ 0 ആകുമ്പോൾ ബി ഇൻഫിനിറ്റി. ലാർജ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ദ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് വിൽ ബി സ്മോൾ. സച്ച് ആൽഫ പാർട്ടിക്കിൾ ഗോ അൺഡീവിയേറ്റഡ്. രശ്മി എന്താ ചോദിച്ചേ? റിപ്ലൈ. രശ്മി എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? കണ്ടിട്ടില്ല. രശ്മിക് 2K എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോടും ചോദിക്കട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഇലക്ട്രോൺ ഓർബിറ്റ്സ് ഞാനിപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും പോവും. 11 മണി വരെ നിൽക്കാം. 10:55 ആകുമ്പോൾ കഴിഞ്ഞ് ഇതിൻ്റെ ഈ ക്ലാസ് കാണണം. ഇതിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ല. Electron orbits. The electrostatic force of attraction Fe between the revolving electrons is the nucleus provides the centripetal force Fc. Fc is equal to Fe. mv square by r is equal to force 1 by epsilon 0 e square by r square. r സ്ക്വയറും ആറും സ്ക്വയറും അതും പോയി, പിന്നെ ഒരു ആറുണ്ട്. കൈനറ്റിക് എനർജി K is equal to half mv square. mv square നമുക്ക് കിട്ടി 1 by 4 by epsilon 0. 1 by 4 by epsilon 0 അതിൻ്റെ 2 4 2 8 ആയി. 8 by epsilon 0 ഇവിടെ ഒരു 6 പിന്നെ ഈ സ്ക്വയർ. ഞാനിതിപ്പോൾ പോവും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഹാഫ് mv സ്ക്വയർ
അപ്പോൾ എഫ് സി ഇസ് ഇക്വൽ ടു എഫ് ഇ. എഫ് സി എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം വി സ്ക്വയർ അല്ല, അത് കൈനറ്റിക് എനർജി. എഫ് സി സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഇക്വൽ ടു 1/4πε0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, 1/4πε0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഇക്വൽ ടു 1/4πε0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയറും ആറും പോയി. അപ്പോൾ എം വി സ്ക്വയർ ഇസ് ഇക്വൽ ടു 1/4πε0 ഇ സ്ക്വയർ ബൈ ആറ്. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. എം വി സ്ക്വയർ ഇത് കിട്ടി. അപ്പോൾ 2 ഇതാക്കാം. 1/4 8πε0 ആറ്, ഇവിടെ ഒരു ഇ സ്ക്വയർ ഉണ്ട്. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്തായിട്ട് സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ മൈനസ് ഇ സ്ക്വയർ 4πε0 ആർ minus e square by 4πε0 r. The negative sign of U signifies the electrostatic force of minus r direction. Thus the total energy of the electron, kinetic energy plus potential energy. Kinetic energy ഇത് kinetic energy, ഇത് potential energy. Total energy എന്ന് പറയുന്നത് kinetic energy plus potential energy. E square ഇത് മൈനസ് ആയി. പൊട്ടൻഷ്യൽ എനർജി എന്താ? മൈനസ് ഇ സ്ക്വയർ ബൈ 4πε0 r. ഓക്കെ. ഇ സ്ക്വയർ ബൈ 8πε0 r മൈനസ് ഇ സ്ക്വയർ ബൈ 4πε0 r. അപ്പോൾ മൈനസ് ഇ സ്ക്വയർ 8πε0 r മൈനസ് ഇ സ്ക്വയർ 8πε0 r മൈനസ് ഇ സ്ക്വയർ 8πε0 r. Total energy of the electron is negative. It implies the fact that electron is bound in the nucleus. If E were positive and electron not follow the closed orbit. ക്ലാസ് കണ്ട് പഠിക്കാം, അതാണ് എന്തുകൊണ്ട് നല്ലത്. ട്രാൻസ്ഫോർമർ ഇൻ എ മെക്കാനിക്കൽ ഡയഗ്രം. എൻ പി അതല്ല, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. എത്ര മണിയായി? 54. നിർത്താൻ പോവാൻ ഞാൻ. ചെയ്യുന്നത് വരുന്നില്ല. ആണോ? എന്താ സംശയം? എന്തെങ്കിലും ടൈപ്പാക്കി ഇട്ടോക്കെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ടൈപ്പാക്കിയിട. ഞാൻ സേക്രഡ് ആർട്സ് തൃശ്ശൂർ. നിവേദ്യ കൃഷ്ണ. മറ്റേ എൽ പിയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നാണോ? ആളാണോ? ഓർമ്മയുണ്ട്, എനിക്കറിയാം. എന്താണ് ഈ വഴിക്കൊക്കെ? ഞാൻ നിർത്താൻ പോവാ. ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് ക്ലാസ് കണ്ട് പഠിക്കണം. എൻ്റെ കയ്യിൽ ഫോണില്ല, അപ്പോൾ ഇത് നിർത്തിയിട്ട് വേണം ക്ലാസ് കാണാൻ. കൊള്ളാലോ. പഠിപ്പിക്കലാണ് ഇവിടെ, പഠിപ്പിക്കൽ, ഫിസിക്സ് പഠിപ്പിക്കലാണ്, അവലോകനം. നീ ഏത് സ്ട്രീം എടുത്തേക്കണേ?
ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് സെഷൻസ് ഏതൊക്കെയാണ്? ഐ മീൻ ഫ്രം ഡുവൽ നേച്ചേഴ്സിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ, എന്നോട് ചോദിക്കല്ലേ. ലെൻസ് മേക്കേഴ്സ് പഠിച്ചാൽ ലെൻസ് മേക്കേഴ്സിൻ്റെ ലാസ്റ്റത്തെ നീ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് മറ്റേ ഇതിലത്തെ ഞാൻ പറഞ്ഞുതരാം. സെമി കണ്ടക്ടേഴ്സിലെ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. അതിൽ ഫുൾ വേവിനാണ് ചാൻസ്. ഹാഫ് വേവ് മോഡലിനെ ചോദിച്ചോളൂ, ഫുൾ വേവ് പോയി പഠിച്ചു. ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണല്ലേ? പറ്റണ പോലെ ടൈപ്പ് ചെയ്യും, ഞാൻ മനസ്സിലാക്കാം. നീ പഠിച്ച ഓർമ്മയിൽ നീ ടൈപ്പ് ചെയ്യും. ലാസ്റ്റ് ആ ചാപ്റ്റേഴ്സിൽ എല്ലാം നല്ല തറവിൽ പഠിക്കണമെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ ചാപ്റ്ററും നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നീ അത് അത്രയ്ക്ക് തറവിൽ പഠിക്കണ്ട. പക്ഷെ ബാക്കി ചാപ്റ്റേഴ്സ് നിനക്ക് മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ നീ പഠിക്കണം. ഫുള്ള് ഡെറിവേഷൻ നീ ബുക്കൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല കേട്ടാ. ഫുള്ള് ഡെറിവേഷൻ ടൈപ്പ് ചെയ്യും. നോക്കട്ടെ അറിയോ. അതാ ഞാൻ പറഞ്ഞ അവസാനത്തെ മാത്രം നിന്റെ അടുത്ത് ടൈപ്പ് ചെയ്തിടാൻ. എക്സാം ടുമാറോ, അതിനുള്ള സമയമാ 58 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാ. മോട്ടിവേഷൻ ഈസ് കമ്മിങ്. മോട്ടിവേഷൻ നാളെ ഇടാൻ, നാളെ ഉച്ചയ്ക്കിടാം. പറ്റിക്കാൻ വന്നിരിക്കുന്നതാണോ? തമാശ കളിക്കാം. പേരു ആവെന്താ പറയണേ? സുധീറാണോ? 1/(-1/) പക്ഷെ അതല്ല ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അത് ലെൻസ് ഫോർമുലയാണ്. തെറ്റി. ഓ മെസ്സിനെ അറിയാട്ടാ. എനിക്കെന്താ നിന്റെ പേര് അറിഞ്ഞൂടെ? ഇതൊരുമാതിരി ആളെ കളിയാക്കണ. ഇരട്ട നെയിം ഉണ്ടോന്ന് എനിക്കോ? നോ 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 നോ. എക്സാം പ്രിപ്പറേഷൻ ആണോ? ഏകദേശമൊക്കെ ആയി. ഇനി പോവാ, ലൈവ് കട്ടാക്കാൻ പോവാ. ഇനി കുറച്ച് നേരം ലൈവ് ഇല്ലാണ്ട് പഠിക്കട്ടെ. ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കിയിട്ട് പോകണം. ബ്രോ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പറയൂ ഇംഗ്ലീഷിൽ. ഉറപ്പ്. to make video MS solution, how to make just വിവേകോദയം ബോയ്സിലാണോ? ഈ ഏതെങ്കിലും ഒരു കാര്യം ഉറച്ചിക്ക്. ദേവിക സുധീർ എന്ന് പറഞ്ഞ കുട്ടി സീക്രട്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഫിസിക്സ് എക്സാം മെസ്സി കൃഷ്ണയില്ലേ നീ ഇപ്പോൾ ഉത്തരം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള ലെൻസ് ഫോർമുലയാണ്. അതിന് മുന്നൊരു ഫോർമുലയുണ്ട്. അതാട്ടാ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. തെറ്റിക്കല്ലേ, മാർക്ക് തരില്ല എനിക്ക്. ഐ എം സോറി നൈബർ. എന്തേലാവട്ടെ. ബൈ ദ വേ, അപ്പോൾ ഞാൻ പോവാണ്. നാളെ എന്താ ലേറ്റാ, നാളെ പാക്കലാം. ബൈ ദ ബൈ. എല്ലാവരും പഠിച്ചിട്ടൊക്കെ കിടന്നുറങ്ങും. ബൈ. തരാം, കട്ടാക്കാൻ പോണു ഗൈസ്. ബൈ ദ ബൈ. Okay, let's go. I have some.
ഗുഡ് മോർണിംഗ്. നാളെ രാവിലെ ആവട്ടെ.